ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് എന്ന നിലയിൽ കണ്ണൂരിലെ നേതാക്കൾക്കൊക്കെ പ്രിയങ്കരിയായി ചെറിയ പ്രായത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച വൈസ് പ്രസിഡന്റും വരെയായി മാറിയ പി ദിവ്യ ഭാവിയിൽ MLA-യും മന്ത്രിയും ഒക്കെ ആവുന്നത് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വനിതാ നേതാവാണ്. 15 വർഷമാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തിൽ അവർ തുടർന്നത്. ഈ ചെറിയ പ്രായത്തിൽ 2ാം തവണ വൈസ് പ്രസിഡന്റും 3ാം തവണ അവർ പ്രസിഡന്റുമായി. അതിനിടയിലാണ് ഇടതുപക്ഷക്കാരനായ കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായി ജയിലിൽ പോകുന്നത്. പാർട്ടി വൃത്തങ്ങളൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നിവൃത്തിയില്ലാതെ ജനരോഷത്തെ ഭയന്ന് നവീൻ ബാബുവിന്റെ മരണത്തിന് പേരിൽ പി ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ജയിലിന് പുറത്തിറങ്ങിയ പി ദിവ്യ ഒട്ടും കൂസലില്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്നു, സദാചാര പ്രസംഗം നടത്തുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സൂപ്പർ സ്റ്റാറായി ആരാധകരുടെ കയ്യടി വാങ്ങി മുമ്പോട്ട് പോകുന്നു. പി ദിവ്യയിൽ മാത്രം കേസൊതുക്കുകയും ദുർബലപ്പെടുത്തി ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയും ചെയ്ത അന്വേഷണ സംഘത്തിലെ പ്രമുഖൻ റിട്ടയർ ചെയ്തതിനു ശേഷം CPM-ലേക്ക് വരികയും CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഇക്കുറി മത്സരിക്കുകയും ചെയ്യുന്നത് മറ്റൊരു വിചിത്രമായ കാഴ്ചയാണ്. പി ദിവ്യയെ പ്രതി ചേർക്കുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രധാനിയായിരുന്ന ACP രത്നകുമാറാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർ ചെയ്തതും ഇപ്പോൾ ശ്രീകണ്ഠാപുരം പഞ്ചായത്തിലെ CPM-ന്റെ കുത്തക വാർഡിൽ മത്സരിക്കുന്നതും. അതേസമയം ദിവ്യ പറയുന്നത് തന്നെ കുറിച്ച് ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് CPM-നോടുള്ള വിരോധം കൊണ്ടാണ്. 15 വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന തനിക്ക് 4ാമതൊരവസരം തരാതിരുന്നതിൽ എന്താ അതിശയമാണുള്ളത്? ഇത് നുണപ്രചാരകരുടെ വിദ്യയാണെന്ന് ദിവ്യ പറയുന്നു. എന്നാൽ ദിവ്യ ഈ പ്രസ്താവനയിലൂടെ ലക്ഷ്യം വെക്കുന്നത് 3 തവണ താൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി, ഇനി തന്റെ ഊഴം MLA സ്ഥാനമാണെന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കല്യാശ്ശേരി എന്ന CPM-ന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ദിവ്യ വിജയിച്ചത്. കല്യാശ്ശേരിയിൽ 40,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ CPM സ്ഥിരമായി ജയിക്കുന്നതാണ്. TV രാജേഷ് ആയിരുന്നു 2 തവണ അവിടുത്തെ MLA. വിജിൻ എന്ന DYFI നേതാവാണ് ഇപ്പോഴത്തെ MLA. വിജിന് ഒരു വട്ടം കൂടി CPM അവസരം കൊടുത്തേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അതീവ സ്വാധീനമുള്ള ദിവ്യയ്ക്ക് ആ സീറ്റ് കൊടുത്തേക്കും എന്ന് ദിവ്യയോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയത്തിന് ആവശ്യം ദിവ്യയെ പോലുള്ള നേതാക്കളാണെന്നും അതുകൊണ്ട് തന്നെ ദിവ്യയ്ക്കായിരിക്കും കല്യാശ്ശേരിയിലെ സീറ്റുമെന്നും വിശ്വസിക്കുകയാണ് ദിവ്യയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ.